ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യണ ഓലയുടെ എക്സ്പീരിയൻസ് ആയിട്ടാണ് വന്നത്. ഇത് ഏകദേശം 41,000 കിലോമീറ്റർ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ 2022 മാർച്ചിലാണ് ഈ വണ്ടി ആദ്യമായിട്ട് വണ്ടി വാങ്ങിച്ചത്. ആഹ് ഇതിന്റെ ഞാൻ ഈ വണ്ടി വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ എല്ലാ വണ്ടികളും സെർച്ച് ചെയ്തു. ഞാൻ അതിന് മുമ്പ് ഒരു പെട്രോൾ വണ്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം എനിക്ക് ഒരു കിലോമീറ്റർ യൂസ് ചെയ്യണ 2 രൂപ വെച്ചാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് എനിക്ക് ചെലവായി കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അന്നത്തെ ബെറ്റർ ഓപ്ഷനിൽ ഏതറും ഓലയായിരുന്നു 2 ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഏതറിനെ പിന്തള്ളി ഞാൻ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ ആയിരുന്നു. കാരണം കീലെസ് ആയിരുന്നു, പിന്നെ ഡിസ്പ്ലേ, പിന്നെ ഇതിന്റെ വുഡ് സ്പേസ്, അത്യാവശ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റിയ വുഡ് സ്പേസും കൂടി ആയിരുന്നു ഇതിന് നമുക്ക്. പിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡ്ലൈറ്റ് എല്ലാം, ഞാൻ ഹെഡ്ലൈറ്റിനെ കുറിച്ചും റിവ്യൂ നോക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. കാരണം ഹെഡ്ലൈറ്റും അത്യാവശ്യം നല്ല ലൈറ്റും പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വണ്ടി, എനിക്ക് യാത്ര യൂസിങ്ങിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി സെലക്ട്. അടുത്ത നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ നമുക്ക് വന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത്, പിന്നെ ഡിസ്പ്ലേ ഡാർക്ക് മോഡ്, വൈഫൈ അങ്ങനെയുള്ള ഓപ്ഷൻസും, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും, പിന്നെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, പിന്നെ ബ്ലൂടൂത്ത് സെറ്റിങ്സ്, എപ്പോഴും ബ്ലൂടൂത്ത് ഓണാക്കിയിടുന്നതായിരിക്കും നല്ലത്. വൈഫൈ ഞാൻ ഓണാക്കിയിട്ടേക്കാണ്, വലിയ ചാർജ് അധികം വലിയ യൂസിങ് ആയിട്ട് വന്നില്ല അതിൽ. പിന്നെ ബാറ്ററിയും, പിന്നെ എൻ്റെ ലൈറ്റ്, ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഡിസ്പ്ലേയിൽ വന്നത്. പിന്നെ നാവിഗേഷൻ അത്യാവശ്യം ഇപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ടോട്ടൽ നമുക്കിതിൽ എങ്ങനെയാണ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടി അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ നമുക്കിതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ, ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. അതൊന്നും ഒരു ഹാങ് ആയിട്ടൊന്നും തോന്നില്ല. സർവീസിനെ കുറിച്ചാണ്. എനിക്ക് സർവീസിനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവ് അഭിപ്രായം പറയുമെങ്കിൽ എനിക്ക് അത്ര നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നല്ല എക്സ്പീരിയൻസ് ആണ് സർവീസ് സെന്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് ഇതുവരെയായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വന്നതൊക്കെ ആണെങ്കിലും എനിക്ക് 2 ദിവസം കൊണ്ട് അവര് എനിക്ക് ശരിയാക്കി തന്നിട്ടുണ്ട് പരമാവധി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അവിടെ ചെന്ന് ഇതിൽ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണെങ്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. അതിങ്ങനെയുള്ള ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് വണ്ടി റോഡ് സൈഡിൽ വെച്ച് ഒരു പ്രാവശ്യം നിന്ന് പോയെങ്കിലും അത് ഒരിക്കലും എന്റെ വണ്ടിയുടെ ടയർ കംപ്ലൈന്റ് ആയിട്ടാണ് അത് മെയിൻ ആയിട്ട് പ്രശ്നം വന്നത്. കാരണം ടയർ തീർന്നു കഴിഞ്ഞപ്പോൾ ഓടി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ കൊടുത്തു. പക്ഷെ അവിടെ അവർക്ക് അത് അഴിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ 1 വർഷമായിട്ട് വേറെ പഞ്ചറൊന്നും കിട്ടാത്ത കാരണം അഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം അത് വണ്ടി ടൈറ്റ് ആയി പോയി. പിന്നെ അത് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി അത് വണ്ടി നമ്മൾ മാറ്റണമെന്ന് വിചാരിച്ച് പോയില്ല. ലാസ്റ്റ് റോഡിൽ വെച്ച് നിന്ന് പോയി, ടയർ പൊട്ടി, വണ്ടി കയറ്റി കൊണ്ടുകൊണ്ട് വന്നു. അല്ലാതെ നമുക്ക് വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാൻ വന്നിട്ടില്ല. വണ്ടിയിൽ സർവീസ് എനിക്ക് സാധനങ്ങൾ മാറേണ്ടി വന്നു പറയാനായിട്ട് ഈ ഷോക്ക് ഒരു തവണ മാറേണ്ടി വന്നു. ഷോക്ക് മാറുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെനിക്കത് 40,000 കിലോമീറ്ററിനുള്ളിൽ കാരണം എന്റെ വാറന്റിയുടെ അകത്ത് കാരണം അതെനിക്ക് ഫ്രീ ആയിട്ട് മാറ്റി തന്നു. പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യുന്ന പറയാനായിട്ടുള്ളത് ഈ ഐറ്റം, ഇത് ഒരു പ്രാവശ്യം മാറി എന്റെ വന്നു. അതും എനിക്ക് ഇതിന്റെ വാറന്റിയിൽ പെട്ടു. പിന്നെ ഉള്ളത് ഈ നമ്മള് ഇത് ഇവിടെ ചവിട്ടണ ഒരു സാധനമുണ്ട് ഈ താഴെ. ഇതിന്റെ അടിയിലത്തെ പീസ് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് നമ്മൾ ചവിട്ടി, ഞാൻ 2 വർഷം യൂസ് ചെയ്തപ്പോൾ എനിക്കത് ചവിട്ടി പൊട്ടിപ്പോയി. അതൊരു തവണ മാറേണ്ടി വന്നു. പിന്നെ മാറേണ്ട വന്നതിന് പിന്നെ അത് ഈ ഹെഡ്ലിന്റെ ഈ പീസ് അതും എനിക്ക് മാറിയതാണ്. അത് ഇതെല്ലാം വാറന്റി പെട്ട് പോയതാണ്. പിന്നെ ഇത് ഒരു പ്രാവശ്യം മറിഞ്ഞു വീണപ്പോ പൊട്ടി. ഇതൊക്കെ ഒരു തവണ മറിഞ്ഞു വീണത് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്ത് യൂസ് ചെയ്യുന്ന ടൈമിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ ഫസ്റ്റ് വണ്ടി കിട്ടി സ്പോർട്സിൽ ഹൈപ്പറിലൊക്കെ ഇട്ട് പെട്ടെന്ന് പറന്നുപോയി ബ്രേക്ക് പിടിച്ച് വണ്ടി നിൽക്കാത്തതിന്റെ പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിങ്ങിന്റെ പ്രശ്നമാണ് അപ്പൊ പറയാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ ബ്രേക്കിങ്ങിൽ പെട്ടെന്ന് വന്ന് പിടിച്ചപ്പോൾ വണ്ടി എടുത്ത് മറിച്ചടിച്ചത്. അതും അത്യാവശ്യം സ്പീഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടാണ്. അതിൽ പിന്നെ ഞാൻ ഹൈപ്പർ മോഡൊക്കെ ഓഫ് ആക്കിയിട്ട് നല്ല രീതിയിലാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. അതിൽ പിന്നെ വണ്ടി അധികം മറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ അത് ഫസ്റ്റത്തെ ആ ഒരു കൺട്രോൾ വണ്ടിയിലേക്ക് കിട്ടാത്തതിന്റെ ഒരു ഇതാണ്. നമ്മൾ ഗിയർ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്ന ഗിയറൊക്കെ ഡൗൺ ചെയ്ത് മാറ്റാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. വേറെ വണ്ടീനെ കുറിച്ച് എനിക്ക് സർവീസിൽ കാര്യങ്ങളൊന്നും എനിക്ക് വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ല. വണ്ടിയുടെ നെഗറ്റീവ് എന്തൊക്കെയാണെന്നാണ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് വന്ന നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വണ്ടിയുടെ ഡിസ്പ്ലേയിലാണ്. കാരണം കീലെസ് കൊണ്ട് വരുന്ന ഓപ്ഷനാണ് അത്.
വണ്ടി നമ്മൾ എവിടെയും കൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി എടുക്കാൻ നേരത്തെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല, വണ്ടി ഓൺ ആവില്ല, ഡിസ്പ്ലേ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് ചെയ്തു. ചില സമയത്തൊക്കെ നമ്മൾ ഈ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് കാരണം ഫോണായിട്ട് കണക്ട് ചെയ്ത് ആപ്പ് വഴി യൂസ് ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാം. പക്ഷെ ഡിസ്പ്ലേ ഓൺ ആയി കിടക്കൂല. ചില സമയത്ത് എന്താ വെച്ചാൽ ഇത് ഒന്നും ഓൺ ആവൂല. നമുക്കിത് ചിലപ്പോൾ കണക്ട് അല്ലെങ്കിൽ ഇത് സ്വിച്ചേ ഓൺ ആവൂല. പിന്നെ നമ്മളിത് റീബൂട്ട് ചെയ്യണം. റീബൂട്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മൾ അവിടെ പോസ്റ്റ് അടിച്ച് 5 മിനിറ്റ് ചെയ്യാൻ നിൽക്കണം. ചിലവര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മിക്കപ്പോഴും ഭയങ്കരമായിട്ട് ഹാങ് ആവേണ്ടത്. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ടാണ് ഞാൻ വണ്ടി കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ഓപ്ഷനും എടുത്തിട്ട് ഒന്നോടെ നോക്കാന്ന് പറഞ്ഞ് ഓൺ ആക്കിയപ്പോ റീബൂട്ട് ചെയ്തപ്പോ വണ്ടി ശരിയായി. ഒരു 20 മിനിറ്റോളം എനിക്ക് ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് പണി. പക്ഷെ അതേ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയില്ല. ഇതുവരെയായിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ അടുത്തൊന്നും ഒരു ലാസ്റ്റ് അപ്ഡേഷൻ കഴിഞ്ഞ പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ പറയാനുള്ളത് ഇതിന്റെ ബോഡിയിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ലോക്കുകളൊക്കെ പൊട്ടി നമുക്ക് അത്യാവശ്യം വൈബ്രേഷനും കാര്യങ്ങളും സൗണ്ടുകളൊക്കെ കേൾക്കാം. അത്യാവശ്യം സ്പീഡിന് ഓഫ് റോഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അത്യാവശ്യം സ്പീഡിന് പോലെ ഓഫ് റോഡ് പോണേന് കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡ് ഞാനൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ സ്പീഡിനൊക്കെ അങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ലോക്കുകളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കയറ്റം വലിക്കുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിലും എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ കയറ്റത്ത് വെച്ച് വണ്ടി നമ്മൾ നിർത്തിയിട്ട് പെട്ടെന്നൊന്നും എടുക്കാൻ നേരത്താണ് ഈ പ്രോബ്ലം ഉള്ളത്. അത് നമ്മൾ യൂസ് ചെയ്ത് ദിവസം ആവേണ്ട തന്നെയാണ്. കാരണം അത് എടുക്കാൻ നേരത്ത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. ചാർജിങ് സ്ലോട്ടിനെ കുറിച്ച് പറയാനായിട്ട് ചാർജിങ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊണ്ട് ഒരു തവണ മാത്രമേ ഹൈപ്പർ ചാർജറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള യൂസിങ് എനിക്കുള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വന്ന് ചാർജ് കുത്തിയിട്ട ശേഷം ഓടിക്കാവുന്നുള്ള ചാർജിങ് സ്റ്റേഷനാണ് എനിക്ക്. ഏകദേശം ഞാൻ ഏറ്റവും ലോങ് ആയിട്ട് ഈ വണ്ടി യൂസ് ചെയ്തേക്കുന്നത് 120 കിലോമീറ്റർ ആണ് വൺ ടൈം ചാർജിൽ യൂസ് ചെയ്തേക്കുന്നത്. പോസിറ്റീവിനെ കുറിച്ചാണ്. ഞാൻ ഈ വണ്ടി യൂസ് ചെയ്ത് ഏകദേശം 2 വർഷമായിട്ട് എനിക്ക് ഏകദേശം എല്ലാത്തിലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. എനിക്ക് പർച്ചേസിങ് ഷോപ്പിൽ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്ക് ഏകദേശം ഒരു മാസം ഒരു 500-600 രൂപയുടെ കറണ്ട് ചാർജ് ആണ് ഈ വണ്ടിക്കായിട്ട് എനിക്ക് വരുന്നത്. സാധാരണ എനിക്കൊരു മാസം പെട്രോളിന് വേണ്ടി ചെലവായിക്കൊണ്ടിരുന്നത് ഒരു 4000 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 500 രൂപയായിട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സർവീസിന്റെ കാര്യങ്ങളാണെങ്കിലും 3 മാസം കൂടുമ്പോ ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഉള്ള ചേഞ്ചസ് ഉള്ളൂ. അതും ഞാൻ കെയർ പ്ലസ് ആക്കിയിട്ടേക്കണ കാരണം എനിക്ക് അതും ഫ്രീ ആണ്. പിന്നെ പോസിറ്റീവ് എന്നുള്ളത് എനിക്ക് യൂസിങ് ഭയങ്കര സുഖമാണ്. കാരണം ഞാനൊക്കെ ഒരു എപ്പോഴും ഗിയറും മാറി ക്ലച്ചും പിടിച്ച് കൈ വേദന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ റിലാക്സ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വണ്ടിയായിട്ട് ഇതിനെ കാണുന്നു. ചെലവും ബഡ്ജറ്റും എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് 2 വർഷമായിട്ട് യൂസ് ചെയ്തതിൽ എനിക്ക് ഏകദേശം ആപ്പ് നിങ്ങൾക്ക് ആപ്പ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം 2 വർഷമായിട്ട് എനിക്ക് യൂസ് ആയിട്ടുള്ള ഓലയുടെ ഡീറ്റെയിൽസ് ഉള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിലവർ കാണിച്ചു തന്ന ഏകദേശം 97,000 രൂപയാണ് ഞാൻ 2 വർഷമായിട്ട് സേവിങ്സ് ആയിട്ട് കാണിച്ചേക്കുന്നത്. യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വണ്ടി വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇത്തരം ഉള്ള വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടതിന് വളരെയധികം നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.